ശ്രീ പ്രേംചന്ദ് കേൾക്കാമോ? ഒരു കോളേജിൽ ഒരു അധ്യാപകൻ, കോളേജിലല്ല ഒരു അധ്യാപകൻ എങ്ങനെ പെരുമാറരുത് എന്നതിന്റെ ഉദാഹരണമാണ് ഈ ഡോക്ടർ റാം എന്ന് വേണം മനസ്സിലാക്കാൻ. സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാതെ എല്ലാ വിദ്യാർത്ഥികളും പറയുന്ന അനുഭവങ്ങൾ നമ്മൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല. ക്ലാസ്സിൽ നിരന്തരമായി അധിക്ഷേപിക്കാൻ മാത്രമായി ഒരു അധ്യാപകൻ എത്തുക, അത് പരാതിപ്പെട്ടാൽ തന്നെ നടപടിയെടുത്താലും എത്രത്തോളം പോകുമെന്ന് എനിക്കറിയാം, ഞാൻ വീണ്ടും മടങ്ങിയെത്തും പൂർവാധികം ശക്തിയോടെ എന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഇയാൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് പ്രേംചന്ദ്? എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന ചോദ്യത്തിന് ഏറ്റവും ലളിതമായ ഉത്തരം നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികളായാലും ശരി, കേരളത്തിന്റെ നവോത്ഥാനമായാലും ശരി, ഇന്ന് തിരിഞ്ഞു നടക്കുന്ന ഒരു കാലത്താണ്. ആചാര സംരക്ഷണമാണ് നമ്മൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ ദൗത്യം. ഈ ആചാര സംരക്ഷണം എന്ന് പറഞ്ഞാൽ ജാതിയുടെ സംരക്ഷണം തന്നെയാണ്, ജാതിയുടെ ഹയറാർക്കി സംരക്ഷിക്കൽ തന്നെയാണ്. ഈ ജാതിയുടെ ഹയറാർക്കി സംരക്ഷിക്കുന്നതുകൊണ്ടാണ് ഒരു അധ്യാപകനിലേക്ക് മാത്രം കുറ്റം ചാർത്തുന്നതിൽ അല്ല കാര്യം. ഇവിടെ ഒരു വിദ്യാർത്ഥി സ്വാതന്ത്ര്യം കിട്ടിയ 80 വർഷത്തിന് ശേഷവും ആ കുട്ടിക്ക് ഒരു ഇഞ്ച് ഭൂമി ഈ ഭൂമിയിലില്ല. അതേ സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീറെഴുതി കൊടുത്ത 200 ഏക്കർ മുതൽ 500 ഏക്കർ വരെയുള്ള അഞ്ചരക്കണ്ടി എസ്റ്റേറ്റ് ഇന്നും ഏതൊക്കെയോ സ്വകാര്യ മുതലാളിമാർ കൈവശം വെച്ചിരിക്കുന്നു. അവിടെ ഭൂപരിഷ്കരണം സമ്പൂർണമായിട്ടും അട്ടിമറിക്കപ്പെടുകയും ആ ഭൂമി ഒരു കാരണവശാലും ദളിതരിലേക്കോ ആദിവാസികളിലേക്കോ പട്ടികജാതി പട്ടികവർഗങ്ങളിലേക്കോ എത്താതിരിക്കുകയും ചെയ്തു എന്നതിലാണ് ഇതിന്റെ രാഷ്ട്രീയം ഉള്ളടങ്ങി. 2 ദിവസം ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമ്പൂർണമായ ചർച്ചകൾ ഞാൻ നിരീക്ഷിച്ചിരുന്നു. അഞ്ചരക്കണ്ടി കോളേജിന്റെ ചെയർമാൻമാരും അതിന്റെ ട്രസ്റ്റികളും ഒന്നും എന്താണോ ഈ ചർച്ചയിൽ എവിടെയും കാണാത്തത്. ഒരു ചാനലും അതിലാരെയും നമ്മളുടെ ഈ മാധ്യമ ലോകത്തിന്റെ മുമ്പാകെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. അവരല്ല ആദ്യമായിട്ട് വിചാരണ ചെയ്യപ്പെടേണ്ടത്. ഇങ്ങനെയാണ് അവർക്ക് ഇത്രയും ഭൂമിയും ആസ്തിയും സ്വാതന്ത്ര്യത്തിന് ശേഷം സംരക്ഷിക്കാൻ പറ്റിയത്. അത് ഭൂപരിഷ്കരണത്തിന്റെ അട്ടിമറിയാണ്. ജാതിയും ആചാരവും സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ ചെയ്ത ചതിയുടെ ഇരകളാണ് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ആത്മഹത്യ ചെയ്ത നിതിൻ രാജ് വരെയുള്ള മുഴുവൻ കുട്ടികളും. ഇതിനെ ആത്മഹത്യ എന്നല്ല വിളിക്കേണ്ടത്, കൊലപാതകം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ തന്നെയാണത്. ആദ്യം ഇവിടെ വിചാരണ ചെയ്യപ്പെടേണ്ടത് ഈ ഭൂമി, ഇത്രയും ഏക്കർ ഭൂമി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന, എങ്ങനെയാണ് അതിന്റെ നീതി, അതിന്റെ നിയമ സംവിധാനം ഉണ്ടായിത്തീരുന്നത്? അത് നമ്മളുടെ രാഷ്ട്രീയമായ ഒത്തുതീർപ്പാണ്, ഭൂപരിഷ്കരണത്തിന്റെ അട്ടിമറിയാണ്. ഈ അട്ടിമറിയിലാണ് ഇത്തരം കൊലപാതകങ്ങളുടെ സാരാംശം ഉള്ളടങ്ങിക്കിടക്കരുത്. അതിന്റെ അവസാനം കണ്ട രക്തസാക്ഷിയാണ് നിതിൻ രാജ് എന്ന് മാത്രം. ഈ ചർച്ചയെ ഏതെങ്കിലും ഒരു അധ്യാപകനിലേക്ക് മാത്രം വഴിതിരിച്ചു വിട്ട് ഈ ആചാര സംരക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നവോത്ഥാനത്തിൽ നിന്നുള്ള തിരിഞ്ഞു നടത്തത്തിലേക്ക് തന്നെയാണ് ഫോക്കസ് പോകേണ്ടത്. അവിടെയാണ് ഇതിന്റെ രാഷ്ട്രീയമായ കാമ്പ്, അതിന്റെ പേര് പതിയിരിക്കുന്നത്. ശരി, അങ്ങ് അടിസ്ഥാനപരമായ വിഷയം, അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.